ഹായ് ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഹെൽത്തി ബോൾ ഉണ്ടാക്കിയാലോ? അപ്പോൾ ഹെൽത്തി ബോളിന് ആവശ്യമായ സാധനങ്ങൾ ഓട്സ്, ഡേറ്റ്സ്, ബദാം, നട്ട്സ്, ഹണി ഒക്കെയാണ്. ഇനി നമുക്ക് കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സ് വേറെ എന്തെങ്കിലും ചേർക്കണമെങ്കിലും ഒക്കെ ചേർക്കാം കേട്ടോ. ഹെൽത്തി ആയിരിക്കണം എന്ന് മാത്രം. അപ്പം നമ്മൾ ആദ്യമേ ഈ ഓട്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സി ജാറിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് തന്നെ നമുക്ക് ഇച്ചിരി നട്ട്സും ബദാമും കൂടി ഒന്ന് ചൂടാക്കാം. നട്ട്സും ബദാമും ഇങ്ങനെ ചൂടാക്കുമ്പോഴത്തേക്കും നമ്മൾ നെയ്യൊന്നും ചേർക്കണ്ട കേട്ടോ, വെറുതെ ഒന്ന് ചൂടാക്കിയാൽ മതി. എന്നിട്ട് നമ്മളത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ആദ്യമേ നമ്മൾ ബദാമും നട്ട്സും ഓട്സും മാത്രം ഇട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് വീണ്ടും മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഡേറ്റ്സും കൂടെ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് വീണ്ടും പൊടിച്ചെടുക്കുന്നത്. കാര്യം ഡേറ്റ്സ് ചേർക്കുമ്പോഴത്തേക്കും ചെറുതായിട്ടൊരു വെള്ളമയം പോലെ കാണുമല്ലോ, അപ്പോൾ നമ്മളതങ്ങ് കൂടുതൽ ഇങ്ങനെ ഒരു പേസ്റ്റ് പോലെ വരും. അതുകൊണ്ട് അതൊന്ന് ഒട്ടിപ്പോവാതെ ഇരിക്കും, ഒത്തിരി അങ്ങോട്ട് ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നത്. അപ്പോൾ ഇതും കൂടി ഇട്ട് ഡേറ്റ്സും കൂടി ഇട്ട് നമ്മൾ കുറച്ച് പൊടിയും ഡേറ്റ്സും കൂടി ഇട്ട് നമ്മളന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കി പൊടിയിലേക്ക് ഇതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഹണിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് ഹണിയും കൂടെ ചേർത്ത് കൊടുത്ത് വേറെ മധുരം ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഹെൽത്തി ബോളായതുകൊണ്ട് തന്നെ ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഹണിയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അവലോസുണ്ടിയൊക്കെ ഉരുട്ടത്തില്ലേ, അതുപോലെ ഉരുളകളാക്കി നമുക്ക് ഉരുട്ടി വെക്കാം. ഇതൊരു 10-14 ദിവസത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കും. ഒരു ടൈറ്റായിട്ടുള്ളൊരു പാത്രത്തിലെടുത്ത് നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് വളരെ നല്ല ഹെൽത്തി ആയിട്ടൊരിതാണ്. നമുക്ക് വണ്ണം വെക്കുമെന്ന് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണേ.